2026 കാനഡ ഇമിഗ്രേഷനെ സംബന്ധിച്ച് ഒരു നിർണായക വർഷമാണ്. അതിനുള്ള മെയിൻ കാരണമെന്ന് പറയുന്നത് NOCയിൽ ഒരു വലിയ ചേഞ്ചാണ് വരാൻ പോകുന്നത്. NOC എന്ന് പറയുന്നത് നാഷണൽ ഓക്യുപ്പേഷൻ കാറ്റഗറിയാണ്. അതായത് ഏതൊക്കെ ജോലികൾക്ക് PR കൊടുക്കണം, അതേപോലെ തന്നെ ഇത്രയും നാളും ഏതൊക്കെ ജോലികൾക്കാണ് PR കൊടുത്തുകൊണ്ടിരുന്നത്, അതൊക്കെ ഒരു പുനർനിശ്ചയിക്കുന്ന ഒരു വർഷമാണ് 2026 എന്ന് പറയുന്നത്. ഇതിനു മുമ്പ് ഇതിനൊരു മാറ്റം ഉണ്ടായത് 2021 അന്നായിരുന്നു ടിയർ സിസ്റ്റത്തിലെ ഒക്കെ ഒരു പുതിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരികയും പല ജോലികൾ അന്ന് PR ഇന്ന് കെടുത്തു കളയുകയൊക്കെ ചെയ്തത്. അതേപോലെ ഒരു മേജറായിട്ടുള്ളൊരു ചേഞ്ചാണ് ഈ 2026 NOCയിലെ പുതിയൊരു രീതിയിലെ മാറ്റങ്ങൾ വരാൻ പോകുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാനഡ ഗവൺമെൻറ് ഓരോ 5 വർഷം കൂടുമ്പോഴും ഇവിടെയുള്ള ഓക്യുപ്പേഷനിലെ ഒരു ക്ലാസിഫിക്കേഷനിലൊക്കെ ഒരു മേജർ ചേഞ്ചസ് കൊണ്ടുവരാറുണ്ട്. അതിനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് കാനഡയിൽ ഇപ്പോൾ ഏതൊക്കെ ജോലികളാണ് ആവശ്യമുള്ളത്, ഏതൊക്കെ ജോലികളാണ് ഏജിങ് പോപ്പുലേഷനായിട്ട് കൂടുതൽ ആൾക്കാർ റിട്ടയർ ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള കൂടുതൽ ആൾക്കാർക്ക് PR കൊടുക്കുന്നൊക്കെ ആ കാറ്റഗറി ബേസ്ഡ് ആയിരിക്കും. അങ്ങനെയുള്ളൊരു കാറ്റഗറിയിൽ ഒരു മേജർ ചേഞ്ച് ഇതിനു മുമ്പ് ഉണ്ടായത് 2021 2021 എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം അറിയാവുന്നതാണ്. കോവിഡിന് ശേഷം എക്കണോമിക്കലായിട്ടൊക്കെ ഒരു രാജ്യം പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി സഹായിക്കുന്ന രീതിയിലുള്ള ജോലി ചെയ്യുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് ട്രേഡ് കാറ്റഗറിയിലൊക്കെ ഉള്ള ആൾക്കാർക്ക് കൂടുതൽ PR കൊടുക്കുന്ന ഒരു കാലമൊക്കെ ആയിരുന്നു അന്ന്. അതിനുശേഷം ഇവിടെ കാനഡയിൽ ഇഷ്ടംപോലെ ബാറ്ററി പ്ലാന്റുകളൊക്കെ സ്ഥാപിക്കുകയും ആ ബാറ്ററി പ്ലാന്റിലൊക്കെ വർക്ക് ചെയ്യാൻ ഇഷ്ടംപോലെ ആൾക്കാർക്ക് വിദേശത്തു നിന്ന്, അതായത് ഔട്ട്സൈഡ് കാനഡയിൽ നിന്നൊക്കെ ആൾക്കാർ ഇവിടോട്ട് കൊണ്ടുവരികയും അവർക്കൊക്കെ ഡയറക്റ്റ് PR കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ 2026 നമുക്കെല്ലാം അറിയാവുന്നതാണ്, ഇപ്പം US മേജറായിട്ടുള്ളൊരു ടാരിഫിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള മാർക്ക് കാർണി ചൈനയുമായിട്ട് പുതിയൊരു ട്രേഡ് എഗ്രിമെൻറ്റിന് വേണ്ടിയുള്ള ഒരു ഡീലൊക്കെയാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചൈനയായിട്ട് പുതിയ ഡീലുകളൊക്കെ വരുമ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള ജോബുകളൊക്കെ സാധ്യത ഇപ്പം വളരെയധികം കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ജോബുകളുള്ളവർക്ക് കൂടുതൽ PR കൊടുക്കുന്ന രീതിയിലുള്ളൊരു ഓക്യുപ്പേഷനിലെ ഒരു ക്ലാസിഫിക്കേഷനിലെ ഒരു സിസ്റ്റമാണ് ഇപ്പോൾ 2026 ഗവൺമെൻറ് കൊണ്ടുവരാൻ പോകുന്നത്. 2025 ഒക്ടോബറിൽ ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരും എന്ന് ഗവൺമെൻറ് ഓൾറെഡി ഒരു നോട്ടിഫിക്കേഷൻ കൊണ്ടുവന്നെങ്കിൽ പോലും പല കാരണങ്ങൾ കൊണ്ടും അത് ഏതൊക്കെ ജോബുകൾക്കാണ് ഇനി PR കൊടുക്കേണ്ടത് എന്നതിലൊരു വ്യക്തമായിട്ടുള്ള തീരുമാനം എടുക്കാൻ ഗവൺമെൻറ് ഇപ്പോൾ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ടാകുന്നു തോന്നുന്നു. അങ്ങനത്തെ ഒരു നോട്ടിഫിക്കേഷൻ വരാനായിട്ട്, അതെങ്കിൽ ഏതൊക്കെ കാറ്റഗറിയിൽ PR കൊടുക്കണം എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ളൊരു രൂപരേഖ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് കൊണ്ടുവരാൻ വേണ്ടി കുറച്ച് ഡിലേ വന്നുകൊണ്ടിരിക്കുകയാണ്. സാധാരണഗതിയിൽ 2026 തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഏതൊക്കെ ജോബുകൾക്ക് PR കൊടുക്കും, അല്ലെങ്കിൽ ഏതൊക്കെ ജോബുകൾക്ക് ഇപ്പം കൊടുത്തുകൊണ്ടിരുന്ന റിമൂവ് ചെയ്തു എന്നൊക്കെ ലിസ്റ്റ് അവർ ഓൾറെഡി പബ്ലിഷ് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ ആദ്യം താമസിക്കാതെ തന്നെ ഒരു 2-3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഏതൊക്കെ ജോബുകൾക്ക് ഇങ്ങനെ PR കൊടുക്കുമെന്നൊക്കെ ഉള്ളത് ഉടൻ തന്നെ ഒരു ഗവൺമെൻറ് പ്രഖ്യാപിക്കും എന്നവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്ന ഏകദേശം 150ഓളം ജോലികളാണ് ഈ പുതിയ NOCയിലുള്ളൊരു പുതിയ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ അത് അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. അത് ഡയറക്റ്റും ആവാം, അതേപോലെ ഇൻഡയറക്റ്റും ആവാം. അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ പല ജോലികളും ഇത്രയും നാൾ ആ കാറ്റഗറിക്ക് വെച്ച് PR കിട്ടിക്കൊണ്ടിരുന്ന ആ ജോലികളൊക്കെ ചിലപ്പോൾ ഇനിയുള്ള പുതിയ ലിസ്റ്റ് വരുമ്പോൾ ആ ജോബുകൾക്കൊന്നും PR കൊടുക്കണ്ട എന്നൊക്കെ ആയിരിക്കും ഗവൺമെൻറ് ഇനി പറയാൻ പോകുന്നത്. അതേപോലെ തന്നെ ഇത്രയും നാളും PRനൊന്നും ഇമ്പോർട്ടൻസ് ഇല്ലായിരുന്ന പല ജോലികളും ഇനി പുതിയതായിട്ട് ആഡ് ആവുകയും അങ്ങനെയുള്ള ജോലി ചെയ്യുന്നവർക്കൊക്കെ PR കിട്ടാനും സാധ്യതയുണ്ട്. ആ ഇൻഫർമേഷൻ വന്നു കഴിഞ്ഞാൽ കാനഡ ഇമിഗ്രേഷൻ തന്നെ ഒരു മേജറായിട്ടുള്ള ചേഞ്ചാണ് സംഭവിക്കാൻ പോകുന്നത്. എത്ര പേര് തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ടി വരും, അല്ലെങ്കിൽ എത്ര പേർക്ക് നാട്ടിൽ നിന്ന് ഇവിടെ കാനഡയിലേക്ക് വരാൻ സാധ്യതയുണ്ടാവും എന്നൊക്കെയാണ് ആ ഒരു ക്ലാസിഫിക്കേഷൻ്റെ ഒരു സിസ്റ്റം ഗവൺമെൻറ് പബ്ലിഷ് ചെയ്യുമ്പോൾ വ്യക്തമാവുന്നത്. ആ ഇൻഫർമേഷൻ വരുന്ന ഉടനെ തന്നെ നിങ്ങളെ ഞാൻ അറിയിക്കുന്നതായിരിക്കും. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നതുകൊണ്ട് ഇറ്റ്സ് മീ AJ സൈനിങ് ഓഫ്. ബൈ.